യഥാർത്ഥത്തിൽ തന്ത്രിയെ എന്തിനാണ് ഇതിനകത്ത് കുടുക്കിയത്? കാരണം ശബരിമലയുടെ ഭരണപരമായ കാര്യത്തിനകത്ത് ഒരു തന്ത്രിക്കും അധികാരമില്ല. അവർ താന്ത്രിക വിദ്യ പറയും എന്നുള്ളതല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യത്തിനകത്ത് അവർ ഇടപെടാറുമില്ല, ഇടപെടുകയും ചെയ്യുന്നത് ശരിയല്ല. ഈ പർട്ടിക്കുലർ കേസ് വന്നപ്പോൾ അതിനകത്ത് വേറൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. തന്ത്രിയെ കുടുക്കിയതോടുകൂടി ഈ കേസിന് വേറൊരു മാനമുണ്ടാക്കാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ശ്രമിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായില്ലേ? എന്തായിരുന്നു അങ്ങനെ ഒരു തന്ത്രം കാണിക്കാനുള്ള കാര്യം? അങ്ങനെ ഈ കേസിനകത്തൊരു ഡിസ്റ്റോർട്ടഡ് വേർഷൻ ഉണ്ടാക്കാനും അങ്ങനെ തന്ത്രിയെ കൂടി ഇതിനകത്ത് കൊടുക്കാനും ഇടയാക്കിയ സാഹചര്യം എന്താ എന്നുള്ളത് ഗവൺമെൻറ് പറയണ്ടേ? കാരണം SIT എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. SITയെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റില്ലേ? ആ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്താ പറയുന്നത് എന്നുള്ളത് ജനങ്ങൾക്കറിയണം. യഥാർത്ഥത്തിൽ ശബരിമല കൊള്ള നടത്തിയത് ആരാണ് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. തന്ത്രിയെ കൂടി കുടുക്കിയതോടുകൂടി ഈ കൊള്ളക്കാരെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവർ നോക്കിയത് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ?